സീസൺ കാലങ്ങളിൽ പ്രവാസികളെ കൊള്ളയടിക്കുന്ന രീതിയിലുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്ന നിലപാട് തിരുത്താൻ അധികൃതർ തയ്യാറാവണമെന്ന് ഡയസ്പൊറ ഇൻ ഡൽഹിയുടെ ഭാഗമായി അബുദാബിയിൽ സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ ആവശ്യപ്പെട്ടു. ഇതിനായി നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്. 10 വർഷം മുമ്പ് കാലഹരണപ്പെട്ട ഇൻഡോ UAE വിമാനയാത്രാ കരാർ ഇനിയും പുതുക്കിയിട്ടില്ലെന്നും പ്രവാസികളുടെ കാര്യത്തിൽ എക്കാലവും നിസ്സംഗത പുലർത്തുന്ന സമീപനം മാറ്റണമെന്നും സെമിനാർ ആവശ്യപ്പെട്ടു. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടന്ന വിവിധ പ്രവാസി സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത സെമിനാർ പ്രമുഖ വ്യവസായിയും സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ സൈനുൽ ആബിദീൻ ഉദ്ഘാടനം ചെയ്തു. ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിലും അരനൂറ്റാണ്ട് കാലമായി പ്രവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മാത്രം മാറ്റം വരുന്നില്ലെന്നത് ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതു തികഞ്ഞ അനീതിയാണ്. നാടിന്റെ നട്ടെല്ലായി മാറിയിട്ടുള്ള പ്രവാസികളിൽ നിന്നും ഈടാക്കുന്ന അമിത വിമാന നിരക്കിന്റെ കാര്യത്തിലും വോട്ടവകാശത്തിലും കോടതിയുടെ ശക്തമായ ഇടപെടലും നിർദ്ദേശവും ഉണ്ടായിട്ടും ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികളുടെ മനോഭാവം പ്രതിഷേധാർഹമാണെന്നും സൈനുൽ ആബിദീൻ പറഞ്ഞു. അബുദാബി KMCC സംസ്ഥാന പ്രസിഡന്റ് ഷുക്കൂർ അലി കല്ലുങ്ങൽ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി CH യൂസഫ് സ്വാഗതം പറഞ്ഞു. അഷ്റഫ് പൊന്നാനി ആമുഖ പ്രഭാഷണം നടത്തി. പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നതിന് അബുദാബി കേന്ദ്രീകരിച്ച് വിവിധ സംഘടനകൾ കാണിക്കുന്ന ഐക്യവും കൂട്ടായ്മയും പ്രശംസനീയമാണെന്ന് മീഡിയ സെമിനാറിൽ സംസാരിച്ച മിഡിലിസ്റ്റ് മീഡിയ 1 HEO MC നാസർ പറഞ്ഞു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ പഠിച്ചു പരിഹരിക്കാൻ ഭരണരംഗത്തുള്ളവർ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രവാസികൾക്കു വേണ്ടി ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച കപ്പൽ സർവീസും എയർ കേരളയും ഇല്ലാതായിപ്പോയതിന്റെ കാരണം കണ്ടെത്തണമെന്ന് ജയ്ഹിന്ദ് TV മിഡിൽ ഈസ്റ്റ് ചീഫ് എൽവിസ് ചുമാർ പറഞ്ഞു. മണ്ണിനോടും മൃഗങ്ങളോടും കാണിക്കുന്ന സ്നേഹമെങ്കിലും പ്രവാസികളോടും കാണിക്കണം. പ്രവാസികളുടെ കാര്യത്തിൽ എക്കാലവും നിസ്സംഗത പുലർത്തുന്ന സമീപനം മാറേണ്ടതാണെന്നും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ജനപ്രതിനിധികൾ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 50 വർഷമായി നിലനിൽക്കുന്ന പ്രവാസി പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് പ്രധാനമായും വോട്ടവകാശം തന്നെയാണ് പ്രഥമ പരിഹാരമാർഗമെന്ന് ഏഷ്യാനെറ്റ് ബ്യൂറോ ചീഫ് സഹൽ സി മുഹമ്മദ് പറഞ്ഞു. റഷ്യൻ പൗരന്മാർ വിദേശ രാജ്യങ്ങളിൽ സന്ദർശക വിസയിലാണെങ്കിൽ പോലും അവർക്ക് അതത് രാജ്യത്തു നിന്ന് വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്നുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ സർവ്വ മേഖലകളിലും പുരോഗതിക്ക് നിദാനമായി മാറിയ പ്രവാസി ഇന്ത്യക്കാരുടെ കാര്യത്തിൽ യാതൊരുവിധ അനുകൂല സമീപനവും കാണിക്കുന്നില്ല. ഇന്ത്യ UAE ആകാശയാത്രാ സീറ്റുകൾ വർദ്ധിപ്പിക്കൽ വളരെ അനിവാര്യമാണെന്നും സഹൽ വ്യക്തമാക്കി. KMCC, ഇൻകാസ് കേരള സോഷ്യൽ സെന്റർ, ഇന്ത്യ സോഷ്യൽ സെന്റർ, അബുദാബി മലയാളി സമാജം, ശക്തി തിയേറ്റേഴ്സ്, ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ജനറൽ സെക്രട്ടറി T ഹിദായത്തുള്ള പരപ്പൂർ, യേശുശീലൻ, ജോൺ P വർഗീസ്, അഹമ്മദ് ബല്ല കടപ്പുറം, AM അൻസാർ തുടങ്ങിയവർ സംസാരിച്ചു.